ആദ്യം കണ്ട ഗോവിന്ദസ്വാമിയെ കണ്ട സെക്യൂരിറ്റി ഉണ്ണി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഉണ്ണി, എപ്പോഴാണ് താങ്കൾ ഗോവിന്ദസ്വാമിയെ കണ്ടത്? ആ കാര്യങ്ങളൊന്ന് പറയാമോ ഞങ്ങളോട്? ഏകദേശം ഒരു 10:30 ടൈമോട് കൂടിയാണ് കണ്ടത്. എവിടെ നിന്നാണ് കണ്ടത്? ഞങ്ങളുടെ ഓഫീസിന്റെ താഴെ ഒരു കിണറുണ്ട്, ഈ ബിൽഡിങ്ങിന്റെ ഒരു കിണറുണ്ട്. നിങ്ങളുടെ ഓഫീസ് ഏതാ ഉണ്ണി? അതുകൂടി ഒന്ന് പറയാമോ? ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. ഏതാ? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. ഓക്കെ. ആ ഓഫീസിനകത്തേക്ക് ഇയാൾ ഓടിക്കയറി വരികയായിരുന്നു. എങ്ങനെയാ അയാൾ വന്നത്? ഓഫീസിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. നമ്മൾ ആ ബിൽഡിങ്ങിന്റെ താഴെ ഒരു കിണറുണ്ട്. ആ കിണറിലായിരുന്നു ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ഒരു ടൈം പോയി ചെക്ക് ചെയ്തതാണ്. ഞാനും എൻ്റെ ഒരു കൂടെ ഒരു മാഡം ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി ചെക്ക് ചെയ്തതാണ്. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ അഗെയിൻ വീണ്ടും സംശയം കൊണ്ടാണ് ആദ്യം ഒന്നുകൂടെ പോയി നോക്കാൻ പോയപ്പോഴാണ് കിണറിനുള്ളിൽ കണ്ടത്. ഇയാൾ കിണറിലേക്ക് ഇറങ്ങുന്നത് നിങ്ങളൊക്കെ കണ്ടോ? ഇല്ല, ഇറങ്ങുന്നത് കണ്ടില്ല. ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ആ വെള്ളത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒന്ന് മുങ്ങിയിട്ട് നീർന്ന് എന്നെ കണ്ടപ്പോൾ കുത്തിക്കൊല്ലുന്നും പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്നെ കുത്തിക്കൊല്ലുന്നു പറഞ്ഞു എന്നോട്. കിണറ്റിനകത്തൂന്ന്? അകത്തുനിന്ന്. അതായത് പുറത്തേക്ക് പറഞ്ഞാൽ കുത്തിക്കൊല്ലും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? കുത്തിക്കൊല്ലും. അതെ അതെ. മിണ്ടത് കുത്തിക്കൊല്ലും ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒച്ചയിട്ട് അപ്പൊ ആൾക്കാരെല്ലാം വന്ന് പിടിച്ചു. ഏതായാലും വലിയ ഒരു കേസിനാണ് താങ്കൾ സാക്ഷിയായിരിക്കുന്നത്. ഇങ്ങനെ ഒരു കൊടും ക്രിമിനലിനെയാണ് താങ്കൾ കണ്ടത്. അത് സന്തോഷമുള്ളൂ അല്ലേ? ഒരുപക്ഷെ ഇയാൾ പുറത്തിറങ്ങി എന്ന് പറയുന്ന വാർത്ത കേട്ടപ്പോൾ എല്ലാവരും തന്നെ ഞെട്ടലോടെയാണ് അത് കേട്ടത്. ഇയാൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ക്രിമിനൽ. അതിലാണ് വലിയൊരു തുമ്പ്, വലിയൊരു സാക്ഷിമൊഴിയാണ് താങ്കൾ കൊടുത്തിരിക്കുന്നത് ശ്രീ ഉണ്ണി. ഇപ്പോൾ അദ്ദേഹത്തെ അവിടെ ഗോവിന്ദസ്വാമിയെ കണ്ട സെക്യൂരിറ്റി ഓഫീസറാണ് നമ്മളോട് പ്രതികരിച്ചത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിനകത്തെ കിണറ്റിലാണ് ഇയാൾ പതുങ്ങിയിരുന്നത്. കണ്ടാൽ കുത്തിക്കൊല്ലും, പുറത്തേക്ക് പറഞ്ഞാൽ കുത്തിക്കൊല്ലും, മിണ്ടരുത് എന്ന് അവിടെ നിന്നും ഗോവിന്ദസ്വാമി ഈ ഉണ്ണിയോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പറയുന്നത്.